നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. AISF ജില്ലാ സമ്മേളനം എഴുത്തച്ഛൻ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം സംസ്ഥാന വനിതാ കർഷക കൺവെൻഷൻ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പകൽപൂരത്തിന് ആനകളെ വിട്ടു നൽകിയില്ല എന്ന് പരാതി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. AISF ജില്ലാ സമ്മേളനം ഏപ്രിൽ 12-13 തീയതികളിൽ തൃശൂരിൽ AISF AIYF മുൻ നേതാവായിരുന്ന KC ബിജുവിന്റെ നാമധേയത്തിലുള്ള നഗരിയിലാണ് അഖില കേരള എഴുത്തച്ഛൻ സ്മാരക സമാജം ഹാളിൽ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തത്. 15 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി 130 പ്രതിനിധികൾ പങ്കെടുത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, P ബാലചന്ദ്രൻ MLA, T പ്രദീപ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് TT മീനുട്ടി, TG ഗോപിദാസ് എന്നിവർ പങ്കെടുത്തു. ആത്മപരിശോധന നടത്തിയും പുതിയ കാലത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമായ വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയും 2 ദിവസം ഈ കേന്ദ്രം വിദ്യാർത്ഥികളുടെ പരസ്പര സംവാദത്തിന്റെയും ചർച്ചകളുടെയും വേദിയായി മാറാൻ പോവുകയാണ്. വരുന്ന മെയ് മാസം 7, 8, 9 തീയതികളിൽ പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്ന AISFന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് താഴെ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ അത്രയും പൂർത്തീകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വിപുലമായിട്ടുള്ള ചർച്ചകൾക്കും ആശയവിനിമയത്തിനും വേണ്ടി നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം ഈ വേദിയിൽ ഗുണകരമായിരിക്കില്ല, അതിനുള്ള സമയമില്ല. പാർട്ടിയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു സംഘാടക സമിതി യോഗം ഇരിഞ്ഞാലക്കുടയിൽ ചേരുന്നതിൻ്റെ ഭാഗമായി അങ്ങോട്ട് എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നിങ്ങളുടെ നേതാക്കൾ ഈ കാലഘട്ടത്തിൽ AISF ഏറ്റെടുക്കേണ്ട പുതിയ മുദ്രാവാക്യങ്ങളെ കുറിച്ച്, AISF എടുക്കുന്ന നിലപാടുകളെ കുറിച്ച്, ഭരണകൂടത്തിന്റെ മുഖം നോക്കാതെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളോട് വിശദീകരിക്കണം. കേരള കർഷക സംഘം സംസ്ഥാന വനിതാ കർഷക കൺവെൻഷൻ നടത്തി. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ സംസ്ഥാനതല കൺവെൻഷൻ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തി. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും മുൻ കേരള ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ അധ്യക്ഷയായി. കിസാൻ സഭ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി, പ്രസിഡന്റ് M വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA, കേരള ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ നാഗേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി, പ്രസിഡന്റ് PR വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത എന്നിവർ സംസാരിച്ചു. 1000-ലധികം പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പകൽപൂരം എഴുന്നള്ളിപ്പിന് ദേവസ്വം ബോർഡ് ആനയെ വിട്ടു നൽകിയില്ലെന്ന് പരാതി. പകൽപൂരം മുടങ്ങിയതോടെ ദേവസ്വം കൌണ്ടറിന് മുന്നിൽ നാട്ടുകാരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും പ്രതിഷേധിച്ചു. രാത്രിയിൽ ചടങ്ങു മാത്രമായി പൂരം നടത്തി. ആറാട്ടുപുഴ പൂരത്തിന്റെ ദേശപൂരത്തിൽ ഉൾപ്പെടുന്നതാണ് നെട്ടിശ്ശേരി. എല്ലാ കൊല്ലവും 5 കൊമ്പനാനകളെ ക്ഷേത്രത്തിന് ലഭിക്കാറുണ്ട്. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പറഞ്ഞു. ഇപ്രാവശ്യം 3 പിടിയാനകളെയാണ് നൽകിയത്. ഒരാന അവശത കാണിച്ചതോടെ എഴുന്നള്ളിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും ദേവസ്വം ബോർഡ് അധികൃതരോട് പ്രതിഷേധിച്ചതോടെ വൈകിട്ട് 6 മണിക്ക് ഒരു കൊമ്പനാനയെ എത്തിച്ചു. എന്നാൽ എല്ലാ കൊല്ലവും നൽകുന്ന പോലെ 3 കൊമ്പനാനകളെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതികരിക്കാനോ ക്ഷേത്രത്തിൽ വന്ന് വിഷയം മനസ്സിലാക്കാനോ തയ്യാറായില്ല. രാത്രി 8 മണിക്ക് ആനപ്പുറത്ത് തിടമ്പ് മാത്രം കയറ്റി ചടങ്ങ് മാത്രമായി പൂരം നടത്തി. അത്തം കൊടികുത്തോടെ ഉത്സവം കാവടി ആഘോഷത്തോടെ സമാപിച്ചു.
ഉത്സവത്തിന് ആനകളെ കൃത്യസമയത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി പി ബിന്ദു അറിയിച്ചു. ബോർഡിന്റെ എറണാകുളം ശിവകുമാർ, രവിപുരം ഗോവിന്ദൻ എന്നീ ആനകളും റീന, പുഷ്പ, ശ്രീദേവി എന്ന പിടി ആനകളെ നൽകിയിട്ടുണ്ട് എന്ന് സെക്രട്ടറി അറിയിച്ചു. മാറാട്ടുകൂടത്തിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നോട്ടീസ്. അത്തംകുടി നോക്കാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷപ്പെട്ട ദിവസം. ഉത്തരം വിളക്ക് വരെയുള്ള എല്ലാ ചടങ്ങും കൊച്ചിൻ ദിവസം കൂടെ ഭംഗിയായിട്ട് എല്ലാ ക്ഷേത്രങ്ങളും നടത്തി കഴിഞ്ഞു. നെട്ടിശ്ശേരി ക്ഷേത്രം കൊച്ചിൻ ദിവസം കൂടെ മറന്നുപോയിക്കാണ്. 5 ആന 5 കൊമ്പന്മാരെ വെച്ചാണ് ഇവിടെ എഴുന്നള്ളിക്കാറ്. ഇന്നത്തെ സാഹചര്യത്തിൽ പിടിയാനായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ അതിനും ദിവസം കൂടി മര്യാദ കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ 3 മണിക്ക് എഴുന്നള്ളിക്കേണ്ട ശാസ്താവിനെ എഴുന്നള്ളിക്കാനായിട്ട് 5:30ക്കാണ് ആന എത്തിയിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ പ്രതിഷേധം കൂടെ ശക്തമായിട്ടുണ്ടായിരുന്നു. ആന വന്നത് 5:30ക്കാണ്. കൊച്ചിൻ ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിനെ ആരൊക്കെ തിരിതിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആന നേരത്തെ എത്തി നോക്കി. ആന വന്നത് 5:30ക്കാണ്. ലാസ്റ്റത്തെ ആന ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ആന കാലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടായ ആനയെ എഴുന്നള്ളിക്കുന്നതോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇത്ര ആൾക്കാരെ ജീവൻ വെച്ച് പന്തടിക്കാൻ ഞങ്ങൾ ആൾക്കാരുമല്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർ ഈ നേരം വരെ ഈ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെയധികം വിഷമമുണ്ട്. വർഷങ്ങളായിട്ട് 5 ആന 5 കൊമ്പന്മാരെ വെച്ചിട്ടാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ആറാട്ടുപുഴ പൂരമടക്കം ഇപ്പോൾ കഴിഞ്ഞ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഉത്തരം വിളക്കോട് കൂടിയിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുമാതിരി എല്ലാ പരിപാടിയും കഴിയുന്നതാണ്. നിലവിൽ ഇവിടെ എത്ര ആനകൾ എത്തിയിട്ടുണ്ട്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇവിടെ 5 ആനയുണ്ട്. അതിലൊരാന കാലത്ത് ചെറിയ പ്രശ്നം ഉണ്ടായാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞങ്ങൾ എഴുന്നള്ളിക്കാൻ തയ്യാറല്ല. 3 മണിക്ക് നടക്കേണ്ട പൂരം 3 മണിക്ക് നടന്നിട്ടില്ല. കാരണം 5:30ക്കാണ് ഇവിടെ ലാസ്റ്റത്തെ ആന എത്തിയിട്ടുള്ളത്. ഞങ്ങൾ അപ്പത്തൊട്ട് കാലത്ത് തൊട്ട് ദേവസ്വം ബോർഡിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളും ഈ ദേവസ്വം ബോർഡിന്റെ ഒരു വ്യക്തി പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ദേവസ്വം ഓഫീസർ ഈ അമ്പലത്തിലെത്തുന്നത് 5 മണിക്കാണ്. 3 മണിക്ക് തുടങ്ങേണ്ട പൂരം തുടങ്ങിയിട്ടില്ല. 5 മണിക്കാണ് ഓഫീസർ എത്തിയിട്ടുള്ളത്. ഇപ്പം എന്താണ് അതൊരു പരിഹാരം? അല്ലെങ്കിൽ ഈ എഴുന്നള്ളിപ്പ് ഇനി നടത്താനുള്ള എന്തെങ്കിലും നടത്തും? ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വരട്ടെ. പ്രസിഡന്റ് വരാം എന്ന് പറഞ്ഞു. അതിൽ നോക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യണം? അടുത്ത കൊല്ലം നമ്മുടെ അവസ്ഥ തന്നെയാവുന്നു. ഇതിൻ്റെ ഒരു തീരുമാനം കിട്ടണമെങ്കിൽ വെറുതെ ഫോണിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് അദ്ദേഹം വരട്ടെ. അല്ലെങ്കിൽ ഈ ഒരു ആചാരം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജബൽപൂരിലെ വൈദികന്റെ ആക്രമണത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധം നീണ്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ, ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അമർ ഖാൻ, സൂരജ് ചെറുവത്തേരി, ഷിഹാബുദ്ദീൻ P, ഗ്രിൻഡോ ബാബു എന്നിവർ പങ്കെടുത്തു. ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയരുമെന്നും കേന്ദ്ര സർക്കാർ ഗൌരവത്തോടെ ഇക്കാര്യം കാണണമെന്നും ആവശ്യമുന്നയിച്ചു. ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മുടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇത് തന്നെയാണ് ഇവർ കാലങ്ങളായി പറ്റിക്കൊണ്ടിരുന്നത്. ഒരു കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് ഭരണം പിടിക്കാൻ ഹിന്ദുവിനെയും മുസൽമാനെയുമാണ് തമ്മിൽ തലിച്ചതെങ്കിൽ ഇന്ന് കൃത്യമായി തന്നെ ഈ രാജ്യത്തും കേരളത്തിലും ഭരണം പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ക്രിസ്ത്യാനിയെയും മുസൽമാനെയും പരസ്പരം തല്ലി പിടിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം, ഗോത്രരാമർ അറിയാം, ഗുജറാത്ത് അറിയാം. കരുതലോടെ കൈകോർത്ത് വിജ്ഞാന തൃശൂർ. വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് തൊഴിലുകൾ ലഭ്യമാക്കാൻ സംഘടിപ്പിക്കുന്ന വിജ്ഞാന തൃശൂർ മെഗാ ജോബ് ഫെയറിന്റെ ജില്ലാ വിജ്ഞാന സമിതി യോഗം ചേർന്നു. ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷനായി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് പദ്ധതി വിശദീകരിച്ചു. തൊഴിലന്വേഷകരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും വിപുലമായ സജ്ജീകരണങ്ങളോടെ ജില്ലാ വിജ്ഞാന സമിതി ആസൂത്രണം ചെയ്യുന്ന ജില്ലാതലം മുതൽ വാർഡ് തലം വരെയുള്ള റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം പൂർത്തീകരിച്ച് തൊഴിലന്വേഷകരെ DWMS പോർട്ടൽ വഴി രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. സ്കിൽ കൌൺസിലുകൾ രൂപീകരിക്കാനും ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേരാനും തീരുമാനിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ എന്നിവരെ പങ്കെടുപ്പിച്ച് ഏപ്രിൽ 16-ന് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വെർച്വൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. MLAമാരായ AC മൊയ്തീൻ, NK അക്ബർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, KV ജ്യോതിഷ് കുമാർ, അനൂപ് കിഷോർ, മാനേജർ KJ സിതാര, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭ അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
പിടിച്ചേറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു വൈജ്ഞാനിക മേഖലയിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള തൊഴിലില്ലായ്മ എന്ന പ്രശ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ഗവൺമെന്റിന്റെ കാലത്ത് 20 ലക്ഷം പേർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. വൈദഗ്ധ്യത്തിന്റെ അപര്യാപ്തത നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ഇപ്പോൾ തൊഴിൽ മേളകളുടെ കാര്യം പറയുമ്പോൾ 26 ഫോമിൽ ലഭ്യമാണ്. അതിനനുസൃതമായ സ്കിൽ കോഴ്സിലേക്ക് പോകാൻ അവിടെ മാർഗനിർദ്ദേശങ്ങളടക്കം ലഭിക്കും. തൊഴിൽദായകരായിട്ടുള്ള പ്രശസ്ത പനൂർ പറഞ്ഞ കണക്കനുസരിച്ച് 647 പേർക്ക് ഇതിനകം ജോലി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 647 ആളുകളുടെ പ്രാഥമികമായിട്ടുള്ള സാമാന്യ നല്ല ജോലികൾ പ്രത്യേകിച്ച് IT ഉൾപ്പെടെയുള്ള രംഗത്ത് നിന്ന് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇനി ഏപ്രിൽ 26 നടക്കുന്ന ജനകീയ പൂരത്തിൽ ഏറ്റവും വലിയ പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ചുമതല. അതിന് താഴത്തെ ആളുകൾക്ക് ഈ പൂരത്തിന് വരാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു കരുത്തും ഉണ്ടാക്കണം. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ബാക്കിയൊക്കെ ഇവിടെ പറയുന്ന കണക്കനുസരിച്ച് റുട്ടീനായിട്ടുള്ള നടപടികൾ എടുത്തു പോകുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. 34 ARPമാർ, 350 DRPമാർ, 1200 LRPമാർ അവരെല്ലാം പരിശീലനം സിദ്ധിച്ച ആ വിധത്തിലുള്ള തദ്ദേശ സംവിധാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടത് സാധ്യമാകില്ല, അത് നടക്കും. എന്നാൽ കരിയർ പ്ലാനിങ്ങിന് ഉള്ള പ്രത്യേക സംവിധാനങ്ങൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും ഈ വിടവ് സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും മാത്രം ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനമല്ല. പൊതുസമൂഹത്തിൽ നമുക്ക് കുടുംബശ്രീ പ്രവർത്തകരെ അടക്കം വൈജ്ഞാനിക തൊഴിലുകളിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ വൈദഗ്ധ്യ പോഷണം സാധ്യമാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിജ്ഞാന കേരളം പദ്ധതി വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നത്. മികച്ച പങ്കാളിത്തത്തോടു കൂടി തന്നെ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു സുപ്രധാന ഉത്തരവാദിത്തമായിട്ട് വിജ്ഞാന കേരളം പദ്ധതി കാണുകയാണ്. നമ്മുടെ ജില്ലയിൽ വിജ്ഞാന തൃശൂർ എന്ന പേരിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ നടന്നു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം പ്രസാദ ഊട്ട് നടന്നു. വൈകിട്ട് സർപ്പബലിയും ദീപാരാധനയ്ക്കു ശേഷം തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മന്ത്രി ആർ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, UR പ്രദീപ്, NK അക്ബർ, മുരളി പെരുന്നലി, സേവ്യർ ചുറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ പങ്കെടുത്തു. ഒരു വിമർശന വിധേയമായി എന്തു പ്രശ്നം ഉയർന്നു വന്നാലും ഏത് പ്രശ്നത്തെ വിലയിരുത്തപ്പെട്ടാലും ജാതിയും മതവും അതിൽ ഘടകമായി മാറുന്ന വിധത്തിൽ അപകടകരമായി വർഗീയതയെ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ഭീകരമായ ശ്രമങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ ഒരു കാരണവശാലും തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഈ നവോത്ഥാനത്തെ അല്ലെങ്കിൽ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ച ഈ നവകേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങൾക്കും നേതൃത്വം നൽകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന സാംസ്കാരിക പ്രവർത്തകരുമായി വളരെ വിപുലമായി ഏതെങ്കിലും വിധത്തിൽ പ്രത്യേക ധാരണകളില്ലാതെ എല്ലാവരുമായി ചർച്ച ചെയ്യാനുള്ള ഒരവസരമായി 4ാം വാർഷികാഘോഷങ്ങൾ മാറ്റണം എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മുഖ്യമന്ത്രിയും നേരിട്ട് തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി അതിനെ മാറ്റണം എന്ന് ഞങ്ങൾ നിശ്ചയിക്കാൻ ഇടവന്നു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം ഹിന്ദുത്വ തീവ്രവാദികളുടെ അക്രമത്തിനിരയായ ജോർജ് തേറാട്ടിലച്ചന്റെ സഹോദരന്റെ വീട്ടിൽ സെന്റ് തോമസ് ചർച്ച് പടവരാട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഫാദർ സിബി ചിറ്റിലപ്പള്ളി, കൈക്കാരൻ ജോഷി പൊട്ടക്കൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി കണ്ടനാടൻ, വൈസ് പ്രസിഡന്റ് ജോയ് ചെമ്മണ്ട, സെക്രട്ടറി ടോണി എടത്തിരുത്തിക്കാരൻ, രൂപത കൌൺസിൽ അംഗം പ്രൊഫസർ VA വർഗീസ് മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ നടത്തി. മിനിമം ദിവസവേതനം 700 രൂപ ആക്കുക, തൊഴിലാളികളായി അംഗീകരിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നീ ആവശ്യങ്ങൾ എഴുതിയ 1000-ലധികം പോസ്റ്റ് കാർഡുകൾ പൊതുജനങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അയച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ്, ബിന്നി പൊന്തേക്കൻ എന്നിവർ പ്രസംഗിച്ചു. ആൻസൺ ജോൺ, പോളി CC, ബിബിൻ, ലീന റോയ്, റോബിൻ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂക്കര ചെറുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ നട തുറന്ന് ഗണപതി ഹോമം, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, സോപാന സംഗീതം എന്നിവയ്ക്ക് ശേഷം കരോക്കെ ഭക്തിഗാനമേള. ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദ ഊട്ട്, 3:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പാണ്ടിമേളത്തോടെ നടന്നു. 6 മണി മുതൽ 9 മണി വരെ രാമൻ സ്മാരക പൂതൻ തിറകളി സംഘം അവതരിപ്പിക്കുന്ന തിറ. 9:30 മുതൽ പെരുമ്പടപ്പ് മനയിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ കേളി, മദ്ദളപ്പറ്റ് എന്നിവയുമുണ്ടായി. ശനിയാഴ്ച നടന്ന തിരുവാതിര കളി കാണാൻ നിരവധി പേർ എത്തി. എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു.
അനധികൃതമായി മാലിന്യം കുഴിച്ചു മൂടിയതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷനിലെയും സമീപ പ്രദേശങ്ങളിലെയും മാലിന്യം അനധികൃതമായി ഒല്ലൂർ സോണൽ ഓഫീസിനു സമീപം കുഴിച്ചു മൂടിയതിനെതിരെ ഒല്ലൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാക്കളായ സജീവൻ കുരീച്ചിറ, ശശി പോട്ടയിൽ, ആനന്ദ് മൊയ്ലൻ, സന്ദീപ് സഹദേവൻ, രാജീവ് മങ്ങാട്ട്, ഡേവിസ് കാട്ടുകാരൻ, ടി എൻ സുധീരൻ, കുട്ടൻ നെയ്യത്ത് എന്നിവർ നേതൃത്വം നൽകി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും യോഗവും UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം ചെയർമാൻ സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. നേതാക്കളായ ജോണി ചിറയത്ത്, ജേജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, PP ജെയിംസ്, ഡേവിസ് ചക്കാലക്കൽ, ആന്റോ ചീനിക്കൽ, EV സുനിൽ രാജ്, റെജി ജോർജ്, അരോഷ് TA എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ചു. സംസ്ഥാന വ്യാപകമായി ഇന്ന് വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രദേശമായ മരവൊട്ടിച്ചാലും മാന്നാമംഗലം, വെള്ളക്കാരിമുത്തരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ കഴിഞ്ഞ ദിവസങ്ങൾ പോലും
കാട്ടാന ശല്യവും മറ്റു മൃഗങ്ങളുടെ ശല്യവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മരോട്ടിച്ച പ്രദേശത്തുള്ള വാഗ്രാമടം തങ്കച്ചൻ്റെ 100-ൽ പരം കൊലച്ച നേന്ത്രവാഴകൾ ആന നശിപ്പിച്ചത്. 2000-ഓളം വാഴകൾ നശിപ്പിച്ച ലോർത്തം എന്ന് പറയുന്ന കർഷകൻ ഇപ്പോൾ ഈ സമരരംഗത്ത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായി മരോട്ടിച്ചാൽ മാന്നാമംഗലം പ്രദേശം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം മൂലം ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യത്തിന് ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനെല്ലാം ഒരു നടപടിയെടുക്കാതെ വെറും മൗനം പാലിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വനം വകുപ്പിനുള്ളത്. ഒരു പൊതുസമൂഹത്തോട് ഒരു പ്രതിബദ്ധമില്ലാത്ത വകുപ്പായി നമ്മുടെ സംസ്ഥാനത്തെ വനം വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ 13-ാം തീയതി മാർച്ചിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി MP വിൻസെന്റ് MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ഇത്തരമൊരു സംഭവം മരോട്ടിച്ചാൽ ഉണ്ടായത്, ആനശല്യം. അതിനു മുമ്പൊന്നും ഈ പ്രദേശത്ത് അങ്ങനെ ശല്യമുണ്ടായിരുന്നു. അന്ന് MP വിൻസെന്റ് നേതൃത്വം താല്പര്യമെടുത്ത് സോളാർ വേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. എന്നാൽ പിന്നീട് ആ സോളാർ വേലി കൃത്യമായി മെയിൻ്റെനൻസ് നടത്താതെ അത് ബാറ്ററി നശിച്ച് ഇന്നത് വെറുതെ ഒരു കാഴ്ച വസ്തുവായി മാറുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ നമ്മുടെ സമരത്തെ തുടർന്ന് വനം വകുപ്പ് അതിന് പ്രാഥമികമായ നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പൂർണ്ണമായും അത് സോളാർ വേലിയിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷു വിപണനമേള നടത്തറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മൂർക്കനക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ അധ്യക്ഷത വഹിച്ചു. വത്സല വേണു, CDS ചെയർപേഴ്സൺ ശാലിനി സുനിൽ, ഗീത രവീന്ദ്രാക്ഷൻ, കുടുംബശ്രീ ADS CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിഷുവിനോടനുബന്ധിച്ച് ആവശ്യക്കാർക്ക് ന്യായവിലയ്ക്ക് വിഷരഹിത പച്ചക്കറികളും മറ്റു വിഭവങ്ങളും ലഭ്യമാക്കുക എന്നതാണ് വിപണനമേളയുടെ ലക്ഷ്യം. കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ, സൂക്ഷ്മ സംരംഭക കർഷകർ തുടങ്ങിയവരിൽ നിന്ന് ശേഖരിച്ച വിഭവങ്ങളായ വെള്ളരിക്ക, മത്തങ്ങ, ചീര, പയർ, കപ്പ, വെണ്ടയ്ക്ക, തക്കാളി, വിവിധതരം അച്ചാറുകൾ, പലഹാരങ്ങൾ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. ദേശീയപാത വാണിയംപാറയിൽ കള്ള് കയറ്റി അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. വാണിയംപാറ സ്വദേശി ജോണി, മണിയൻകിണർ സ്വദേശി രാജു എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയ്ക്കരികിലൂടെ നടന്നുവരികയായിരുന്ന ജോണിയും രാജുവും ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് ഇരുവരും ദേശീയപാതയ്ക്കരികിലൂടെ നടന്നുപോയത്. അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വണ്ടി പിറകിൽ നിന്നും ഇടിച്ചു തെറിപ്പിച്ചു. മണിയൻകിണർ സ്വദേശിയായ രാജു മണിയൻകിണർ ഊരുമൂപ്പന്റെ സഹോദരനാണ്. സംഭവം ഉണ്ടായുടൻ 2 പേരെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കംബോഡിയൻ സൈബർ തട്ടിപ്പു സംഘത്തിലെ 2 പേരെ അതിവിദഗ്ധമായി തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. മാട്രിമോണിയലിലൂടെ പരിചയപ്പെട്ട് ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിൽ തൃശൂർ സ്വദേശിയുടെ 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് മലപ്പുറം ആനക്കല്ല് ഉപ്പട സ്വദേശി അഞ്ജു ബാബു, ചുങ്കത്തറ എടമല സ്വദേശി മുഹമ്മദ് ഹാഷിഖ് എന്നിവരെ കംബോഡിയയിൽ നിന്ന് വരുന്ന വഴി ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ K ജയൻ, RN ഫൈസൽ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ P പ്രതിഭ, സിവിൽ പോലീസ് ഓഫീസർമാരായ VB അനൂപ്, TC ചന്ദ്രപ്രകാശ് എന്നിവർ ഉണ്ടായിരുന്നു. മാളയിൽ 6 വയസ്സായ കുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു.
കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച് കുട്ടി എതിർത്തപ്പോൾ പറമ്പിലുള്ള കുളത്തിലേക്ക് തള്ളിയിട്ട് വീണ്ടും കുട്ടി അവിടെ നിന്ന് കയറി വരാൻ ശ്രമിച്ചപ്പോൾ കുളത്തിലേക്ക് തള്ളിയിട്ട് ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിനാണ് മാള കുഴൂർ സ്വദേശി കൈതാരത്തിൽ വീട്ടിൽ ജോജോ എന്നയാളെ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വാർഡ് മെമ്പറുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവസ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. മാള പള്ളിപ്പുറത്ത് നിന്ന് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതിനും ഇയാൾ പ്രതിയാണ്. ചേറ്റുവ ഹാർബറിൽ ചുഴലിക്കാറ്റ്, രക്ഷാപ്രവർത്തനവുമായി ദുരന്ത നിവാരണ സേന. ചേറ്റുവ ഹാർബറിലുണ്ടായിരുന്നവർ വിരണ്ടു. വീശിയടിച്ച ചുഴലിക്കാറ്റ്, അപകട മുന്നറിയിപ്പ് രക്ഷാസേന. അനുബന്ധ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പ്രായോഗിക അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി ദുരന്ത നിവാരണ സേന സംഘടിപ്പിച്ച ചുഴലിക്കാറ്റ് മോക്ക് എക്സസൈസാണ് അല്പനേരത്തേക്കെങ്കിലും പരിഭ്രമത്തിലാക്കിയത്. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാരിന്റെ വകുപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ അറിയാനുള്ള പ്രവർത്തനമാണ് മോക്ക് ഡ്രില്ലിലൂടെ നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന മോക്ക് ഡ്രില്ലിന് തഹസിൽദാർ MK കിഷോർ, ലാൻഡ് റെക്കോർഡ്സ് തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PN സുരേഷ്, K സന്തോഷ്, VB ഗോപകുമാർ എന്നിവർ സന്നിഹിതരായി. റവന്യൂ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, നേവി, കേരള പോലീസ്, ആരോഗ്യവകുപ്പ്, ഫിഷറീസ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി, KECB, BSNL, ടെലികോംസ്, DOT, ജില്ലാ ഭരണകൂടം, താലൂക്ക് മോട്ടോർ വാഹന വകുപ്പ്, ഹാർബർ എഞ്ചിനീയറിംഗ്, കോസ്റ്റൽ പോലീസ്, ഏങ്ങണ്ടൂർ പഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകൾ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. AISF ജില്ലാ സമ്മേളനം എഴുത്തച്ഛൻ ഹാളിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം സംസ്ഥാന വനിതാ കർഷക കൺവെൻഷൻ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പകൽപൂരത്തിന് ആനകളെ വിട്ടു നൽകിയില്ല എന്ന് പരാതി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.